ഹലോ, ഈ ഒരു കുഷ്യൻ കവർ കാണാനായിട്ട് എന്ത് ഭംഗിയാല്ലേ. അപ്പോൾ ഈ ഒരു കുഷ്യൻ കവർ മേക്ക് ചെയ്തേക്കണത് ഈ ഒരു നീഡിൽ വെച്ചിട്ടാണ്. അപ്പോൾ എത്ര മനോഹരമായിട്ട് നമുക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്നൊന്ന് ചിന്തിച്ച് നോക്കണം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേണമെന്നുള്ളവർ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് മുമ്പിൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കഴിവുണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവും അവരവരുടേതായ കഴിവ്. അപ്പോൾ ആ കഴിവിനനുസരിച്ച് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കാം. ഓരോ ശ്രമങ്ങളും ചിലപ്പോൾ പരാജയത്തിലേക്ക് പോയേക്കാം, പക്ഷേ വീണ്ടും വീണ്ടും ശ്രമിക്കുമ്പോഴാണ് നമുക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ കഴിവുകളെ നമ്മൾ ഭരണിയിൽ ഇട്ട് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, അത് പുറത്തോട്ടെടുക്കണം. നമ്മൾ എഫേർട്ട് ഇടണം, ഡെയിലി അതിനു വേണ്ടി ശ്രമിക്കുക. ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നത്തേക്ക് വെക്കാതെ അത് ഇന്ന് തന്നെ ചെയ്യണമെന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോകാനുള്ള ആ ഒരു മനസാക്ഷി നമുക്ക് ഉണ്ടായിരിക്കണം. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചോ, ഇന്ന് ചെയ്തോ, നാളെ വേണ്ട, നാളെ എനിക്ക് പറ്റില്ല, മടിയായി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെപ്പോഴും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. മടി എന്നുള്ള ഒരു കാര്യം മാറ്റി വെക്കാൻ നോക്കുക. അതിനെ അങ്ങോട്ട് ഉപേക്ഷിക്കുക, മടി ഉപേക്ഷിക്കുക. കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ നോക്കുക. പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. മറ്റുള്ളവർ നമ്മളോട് പറയും, അയ്യേ അത് ചെയ്യണ്ട, അത് സക്സസ് ആവില്ല, ചെയ്യണ്ട എന്നൊക്കെ മറ്റുള്ളവർ നമ്മളോട് പറയും. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ നോക്കുക. പിന്നത്തേക്ക് മാറ്റി വെക്കാതെ മുമ്പോട്ട് പോകുക. ഓൾ ദി ബെസ്റ്റ്.